ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈവനിങ് റൊട്ടീനാണ്. അപ്പോൾ ഈവനിങ്ങിൽ കുറേ പരിപാടികളൊക്കെ കാണുമല്ലോ. നൈറ്റത്തെ ഫുഡിനും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നും വൈകുന്നേരം നമുക്ക് കിച്ചണിൽ കയറണം. കാരണം നമ്മൾ ഉച്ചക്കലത്തെ ചോറല്ല കഴിക്കുന്നത്. ഈവനിങ്ങിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറാണ് പതിവ്. ചോറ് അധികം ഇവിടെ ആരും കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കോളിഫ്ലവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് തന്നെ നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ടാണ്. അതിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാനാണെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പുഴുക്കളുണ്ടല്ലോ ഇതിനകത്ത്, പുഴു കാണും. പിന്നെ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ചൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഇതൊക്കെ പോവും. അന്നേരം ചൂടുവെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഉപ്പിട്ട് ഇറക്കി വെക്കും കേട്ടോ. അണുക്കളൊക്കെ ഉണ്ടെങ്കിലും പോവും. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ചൂടുവെള്ളത്തിനകത്താക്കിയാണ് എടുക്കുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേലെ ആ ഒരു പൂവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല, അതിങ്ങനെ തരിതരിയായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മാവൊന്ന് നനച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് പേരല്ല, 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂട്ട് ചപ്പാത്തിക്ക് മാവ് നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലടോ. ഞാൻ നനയ്ക്കുന്നത് എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് മാവ് ഇടുക, അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിക്കും. ചൂടുവെള്ളം അല്ല കേട്ടോ, പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ അങ്ങാണ് ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ മാവ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട്. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഞാൻ ഇന്ന് ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും തവി വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, കൂടാൻ പാടില്ല. എന്നിട്ട് അതൊന്ന് ആയി വരുന്ന മാവ് നനഞ്ഞുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് കൈകൊണ്ട് കുഴച്ചു കൊടുക്കുക. ഇതിനകത്ത് വെള്ളത്തിന് ഇത്തിരിയും കൂടെ നമുക്ക് വെള്ളം വേണം, ഒന്ന് മയം കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നല്ല കുഴച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നും മാവ് പറ്റത്തേ ഇല്ല. അതായത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ആക്കുന്നതുകൊണ്ട് നമുക്ക് കയ്യിലൊന്നും മാവ് ഒട്ടത്തില്ല, പാത്രത്തിലും ഒട്ടത്തില്ല, അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാതെ കൈ കൊണ്ട് തന്നെ ആദ്യം ഇളക്കണമെങ്കിൽ കയ്യിലെല്ലാം ആവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. പിന്നീട് നമുക്കിനി ഗോബി മഞ്ചൂരിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾ അങ്ങനെ അധികം ചേർക്കണ്ടല്ലോ. നമുക്കിപ്പം ക്യാപ്സിക്കം ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ അതും സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് എങ്ങനെ ആവും എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ടാട്ടോ ഉണ്ടാക്കുന്നതന്നെ. അതിനകത്ത് അവരെന്തൊക്കെയോ സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ നോക്കുകയാണ്. എന്തായാലും സംഭവം കിടുവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇത്രയായിട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഒരു കോട്ടിംഗ് ഉണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കോളിഫ്ലവർ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്കിനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളിനി വെള്ളം വാർന്നെടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു പൊടിയിലിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് അത്യാവശ്യം ഒരു പൊടികളെല്ലാം ഇങ്ങനെ പിടിക്കും. കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെള്ളം കയ്യിൽ കുടഞ്ഞിട്ട്, അതായത് കയ്യിലൊഴിച്ച് ഇങ്ങനെ കുടഞ്ഞ് നമ്മളിന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് എടുത്ത് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇളക്കുമ്പം തന്നെ നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഒരു 2-3 പ്രാവശ്യം ഞാൻ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാറ്റി വെക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ സോസാണ് എടുക്കുന്നത്. സോസിൻ്റെ 2 എണ്ണം മാത്രമേ ഇല്ലായിരുന്നു. ടൊമാറ്റോ കെച്ചപ്പും പിന്നീട് സോയാ സോസും ആണ് ഉണ്ടായിരുന്നതും. കഷ്ടപ്പെട്ടൊക്കെ എങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. ഇത് പുതിയ ഡപ്പയാണ്, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ തികച്ചില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഫാസ്റ്റ് കുക്കിംഗ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനാട്ടോ. അപ്പോൾ ഇത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കും എന്നാലും കുഴപ്പമില്ല. നമ്മൾ തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 6-7 മിനിറ്റ് മാത്രമേ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. നമ്മൾ ഒരുപാട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും കൂടി നമ്മൾ കുക്ക് ചെയ്യുമല്ലോ, അപ്പോൾ അതും മാറ്റി കൊടുക്കുക. 2 ട്രിപ്പായിട്ട് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിവിടെ കിടക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി 1-2 പരത്തിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആവാൻ ഒരു 4-5 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ അടുപ്പത്തോട്ട് തന്നെ നമുക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാമല്ലോ. അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ ഒരാളല്ലേ ഉള്ളൂ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ. സമയം പോകുന്നതനുസരിച്ചിട്ട് എനിക്ക് കാലിൻ്റെ വേദനയും കൂടും. അതായത് അത്രയും നേരം ഞാൻ അവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ എന്താ ചപ്പാത്തി ഒന്ന് റോള് പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ജസ്റ്റ് രണ്ടായിട്ടല്ല ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ എളുപ്പമായിട്ടോ. നമ്മളിങ്ങനെ പിച്ച് പറിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. നമുക്ക് കണക്കിന് അറിയുകയും ചെയ്യാം ഇത്ര ഉരുളയ്ക്ക് ഇത്ര വലിപ്പം വരുമെന്നേ. അങ്ങനെ ഇതൊന്ന് പരത്തിയെടുക്കുന്നു. ചപ്പാത്തി പരത്തുന്നതിന് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അതായത് പരത്തിയെടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി പോകും. അത് സ്വാഭാവികമാണ്. നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ വലിയ ചപ്പാത്തി പരത്തിലെ ആൾക്കാരൊന്നും അല്ലല്ലോ. നമ്മുടെ വീട്ടിലല്ലേ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം റൗണ്ടിലൊക്കെ ഞാൻ ഉണ്ടാക്കി എടുക്കും കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് ശീലമായിക്കോളും. അപ്പോൾ എന്താ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ കുറച്ചല്ല ഓയിൽ ഉണ്ടായിരുന്നു, ഒഴിച്ചിട്ടില്ല. ആ ഓയിലിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി ഇന്ന് മൂത്ത് വരുന്ന സമയത്ത് സവോളയാണ് ചേർക്കുന്നത്. സവോളയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ടാട്ടോ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലല്ല, ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ്. ഒരുപാട് കുക്കായി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിനകത്ത് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ സോസ് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുറുകി ഇങ്ങനെ കെട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈവനെയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ആ സോസൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒന്ന് എടുത്തതിന് ശേഷം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു മെയിൻ ഐറ്റം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്ന കേട്ടോ. അതായത് ലേശം പഞ്ചസാര 1-2 നുള്ളു പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സോസിൻ്റെ ആ ഒരു പുളിപ്പും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയി നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നമ്മളിത് കടയിൽ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. നമുക്ക് അതിന് വേണ്ടി ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക. അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാനിത് ഗ്രേവി കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഗ്രേവി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് അങ്ങനെ ആ രീതിയിലാക്കി എടുക്കാം. ഞാനിത് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക റോസ്റ്റ് പരിവുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാട്ടോ എടുത്തത്. അപ്പോൾ അതൊന്നായി വെച്ചിട്ട് ബാലൻസ് ചപ്പാത്തിയും കൂടെ പരത്താനുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് പരത്തി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുകൊണ്ട് നമുക്ക് സമയവും അതനുസരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. ഒരുപാട് നേരത്തെ ഫുഡ് ഉണ്ടാക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റായിപ്പോയി. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഞ്ഞൊരു എമർജൻസി ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നപ്പം അതായത് നമ്മൾ അങ്ങ് കല്ലുതാഴി നിന്നപ്പോൾ മേടിച്ചാണ്. കുഞ്ഞൊരു എമർജൻസി. അവനായിരുന്നിട്ട് ആ ഒരു മൂലയ്ക്ക് ഇരുന്നേ. അത്യാവശ്യം വെളിച്ചമൊക്കെ അവൻ തരും കേട്ടോ. നല്ല വെളിച്ചമൊക്കെ തരും. അങ്ങനെ പിന്നെ അടുക്കളയിൽ അത് വെച്ചിട്ടായിരുന്നു ഞാൻ പാചകങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ചപ്പാത്തി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വന്നത്. ആ സമയത്തായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. എന്നുവെച്ചാൽ കറണ്ട് വന്നിട്ട് കഴിക്കാമെന്ന് ഇങ്ങനെ കുഞ്ഞൻ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. രക്ഷയില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനങ്ങത്തേ ഇല്ല, അങ്ങനെ ഇരിക്കും കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സംഭവം എന്തായാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ ആയിരുന്നു.
പിന്നെ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെപ്പോലെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ കുറേ പേര് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ചിലർ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. ഫോട്ടോസ് അയക്കുന്നവരുടെയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. ഇപ്പോഴും നല്ലൊരു മുന്നേ നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനിയും അതേപോലെയൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ വെക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ പേരും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. നിഖില പാറൂട്ടിയുടെ മകളായ ബിബഞ്ചികയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 22 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോള്, ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ മോക്ക് വേണ്ടി എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നീട് വിനയ വിച്ചുവിൻ്റെ അനിയത്തിയായ അഞ്ജുവിൻ്റെയും അജേഷിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഓഗസ്റ്റ് 22 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെല്ലാം കഴിഞ്ഞു. ഇനി അവിടേക്കൊന്ന് വൃത്തിയൊക്കെ ആക്കി എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ പാൽ കവറൊക്കെ ഞാനിങ്ങനെ കഴുകി ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട്. ഇതിന് മുന്നേയും കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, പാൽ കവറൊക്കെ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്? ഇത് നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടോ. നമ്മൾ കഴുകി വെക്കാതിരുന്നാൽ പാൽ ഇത്തിരി എവിടെയെങ്കിലും ഒന്ന് വീണിട്ട് അതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ കവറിനകത്ത് ഇരിക്കുന്നതിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. പിന്നെ പുഴുക്കളൊക്കെ ആവുകയും ചെയ്യും, ഭയങ്കര സ്മെല്ലുമാണ്, ബാഡ് സ്മെല്ല്. അപ്പോൾ നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അവരെടുത്തുകൊണ്ട് വെക്കോളും. അങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഞാൻ പറയത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അറിഞ്ഞു തരണം. സ്നേഹമുള്ളവർ അങ്ങനെയല്ലേ ചെയ്യുക, നമ്മൾ അറിഞ്ഞല്ലേ ഓരോന്നും ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ടാറ്റാ, സീ യു.